ജസ്ന തിരോധാന കേസ് സിബിഐ അന്വേഷണം അവസാനിപ്പിച്ചു. ജസ്നയെ സിബിഐക്ക് കണ്ടെത്താനായില്ല. കേസ് അവസാനിപ്പിച്ചെന്ന റിപ്പോർട്ട് സിബിഐ കോടതിയിൽ സമർപ്പിച്ചു. വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നൃപൻ, 2018 കേസിനാസ്പദമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ജസ്നയെ കാണാനായിട്ട് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ക്രൈംബ്രാഞ്ചും സിബിഐയും ഒക്കെ അന്വേഷണം നിർത്തലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ. അഞ്ജന, കേരളത്തിലെ ജനങ്ങളും പ്രത്യേകിച്ച് ജസ്നയുടെ കുടുംബവും കാത്തിരുന്ന ജസ്നയുടെ തിരിച്ചുവരവ് ആ കേസ് ദുരൂഹമായി ഇനിയും തുടരും എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് സിബിഐ ഇന്ന് CGM കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. 2018 മാർച്ച് 22-നാണ് എരുമേലി വെച്ചൂച്ചിറ സ്വദേശിയും ഡിഗ്രി വിദ്യാർത്ഥിയുമായ ജസ്നയെ കാണാതാകുന്നത്. മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്ക് പറഞ്ഞു പോയ ജസ്നയെ വീണ്ടും പിന്നെ കാണാതാകുന്നു. മുണ്ടക്കയം ബസ് സ്റ്റാൻഡിലൂടെ നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങളാണ് അവസാനം ജസ്നയെ സംബന്ധിച്ച് ലഭിക്കുന്നത്. തുടർന്ന് ബന്ധുക്കളുടെ പരാതി ലഭിക്കുന്നു. ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഘട്ടത്തിലാണ് അന്നത്തെ ക്രൈംബ്രാഞ്ചിന്റെ മേധാവിയായിരുന്ന ടോമിൻ തച്ചങ്കരി ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ, പ്രതികരണങ്ങൾ പുറത്തു വരുന്നത്. അത് വലിയ പ്രതീക്ഷ ഉണ്ടാക്കിയിരുന്നു വീട്ടുകാർക്കും. പക്ഷേ അപ്പോഴും ജസ്നയെ കണ്ടെത്താനായില്ല. പിന്നാലെ ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് CBI ഈ കേസ് ഏറ്റെടുക്കുന്നത്. CBI ഈ കേസ് ഏറ്റെടുത്ത ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ നിഗമനങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു. ആ ഘട്ടത്തിൽ പറഞ്ഞ തെളിവുകളൊന്നും CBI ഈ പറഞ്ഞ പരിഗണനയിൽ എടുത്തില്ല. അത് വ്യക്തമായ തെളിവുകളല്ല എന്നതാണ് ആ ഘട്ടത്തിൽ CBI പറഞ്ഞത്. തുടർന്ന് CBIക്ക് വഴിത്തിരിവായത്, പ്രതീക്ഷ അർപ്പിക്കാൻ കഴിഞ്ഞത് പൂജപ്പുര ജയിലിലെ ഒരു തടവുകാരൻ നൽകിയ മൊഴിയായിരുന്നു. CBI അന്വേഷണത്തിൽ ഇത് പ്രതീക്ഷയായി. ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചതെന്ന് തനിക്കറിയാമെന്ന് ഈ കൊല്ലം ജില്ലാ ജയിലിൽ ഒപ്പമുണ്ടായിരുന്ന ഒരു തടവുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നതാണ് മൊഴി. പക്ഷേ രണ്ടാമത് CBI അന്വേഷിക്കുമ്പോഴേക്ക് ഈ തടവുകാരനെ കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷേ ഫലം കണ്ടില്ല. ഇതോടെയാണ് ജസ്ന ഇവിടെ പോയി എന്ത് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തെളിവില്ല എന്ന കാട്ടി നിർണായകമായ വിവരം ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ കേസ് അവസാനിപ്പിക്കുന്നു എന്ന് കാട്ടിയാണ് CBI റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയാണെങ്കിൽ ജസ്ന എവിടെയാണ് എന്ന് കേരളം കഴിഞ്ഞ 5 വർഷമായി ചോദിക്കുന്ന ചോദ്യം ഇനിയും ദുരൂഹമായി തുടരും എന്ന് തന്നെ പറയേണ്ടി വരും. അഞ്ജന, എന്തായാലും നിർണായകമായ ജസ്ന തിരോധാന കേസ് CBI അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുകയാണ്. CBIക്കും ജസ്നയെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള വിവരങ്ങളാണ് നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവച്ചത്.